ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ട നിലപാട് ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയുടെ നിലപാടാണ് താൻ വ്യക്തമാക്കിയത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവരെ ആവശ്യം കോടതിയാണല്ലോ പരിഗണിക്കുന്നത്. ആ കോടതി പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കോട്ടെ. പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. അത് ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായിട്ടല്ല. അത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണല്ലോ. CBI എന്ന് പറയുന്നത്, ED എന്ന് പറയുന്നത്, IT എന്ന് പറയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കടന്നാക്രമിക്കാൻ കേരളത്തിലും ഇന്ത്യയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ട് കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്. എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിക്കാൻ. അതാണെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ട് നാളെ അത് തന്നെയാണ്. സജോ ദേവസ്വരങ്ങളുമായി. സജോ, ഇതിപ്പോൾ 6-ാം തീയതി കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട് എന്താണ് എന്ന് പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണോ സജോ? ഹാഷ്മി, കേന്ദ്ര ഏജൻസികൾക്കെതിരായ രാഷ്ട്രീയ വിമർശനം എന്ന് വ്യാഖ്യാനിക്കാനുള്ള സ്കോപ്പ് ഉള്ളപ്പോഴും CPIM സംസ്ഥാന സെക്രട്ടറിയുടെയും പാർട്ടിയുടെയും ഒക്കെ നിലപാട് MV ഗോവിന്ദന്റെ വാക്കുകളിലൂടെ വ്യക്തമാണ്. അതായത് ഈ വിഷയത്തിൽ CBI അന്വേഷണത്തിനെതിരെ തന്നെയാണ് CPIM. കുടുംബത്തിന് പോലീസിലുള്ള അല്ലെങ്കിൽ SITയിലുള്ള അന്വേഷണത്തിലുള്ള അവിശ്വാസം ഏതായാലും പാർട്ടിക്കില്ല എന്ന കാര്യം വ്യക്തമാണ്. 6-ാം തീയതി കോടതിയിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്ന വലിയ ആകാംക്ഷ നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് എന്ന നിലയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മറിച്ചൊരു നിലപാട് കോടതിയിൽ സർക്കാർ സ്വീകരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ കരുതുക വയ്യ. അന്വേഷണം തൃപ്തികരമാണ്, എല്ലാ തലവും പരിശോധിക്കുന്നു എന്ന തരത്തിലായിരിക്കും ആ നിലപാട് സ്വീകരിക്കാൻ പോവുക. അതിന് വിരുദ്ധമായ, പൂർണ്ണമായും ഘടകവിരുദ്ധമായ ഒരു നിലപാട് കോടതിയിൽ സ്വീകരിക്കുമെന്ന് കരുതുക വയ്യ. അതിൽ MV ഗോവിന്ദൻ പറയുന്നത് കോടതിയാണല്ലോ അന്തിമമായി ഇക്കാര്യം തീരുമാനിക്കേണ്ടത്, അതിൽ പാർട്ടിക്ക് റോളില്ലല്ലോ എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം എന്ന് ആവർത്തിക്കുമ്പോഴും അവരുടെ കുടുംബത്തിനുള്ള അവിശ്വാസത്തെ ഇപ്പോഴും ഈ കേസിൽ പല ദുരൂഹതകളും യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നുണ്ട്. വ്യാജ പരാതി ആരോപണം, വ്യാജ കൈക്കൂലി പരാതി, അതിൽ തന്നെയുള്ള ഉന്നത ബന്ധങ്ങൾ എന്നത് ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ബിനാമി ആരോപണം, അതിലെ ഉന്നത ബന്ധങ്ങൾ എന്ന ആരോപണം, അങ്ങനെയുള്ള ദുരൂഹതകൾ യഥാർത്ഥത്തിൽ ഈ കേസിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഏജൻസി വന്നാൽ അത് രാഷ്ട്രീയമായി CPIMനെ പ്രതിരോധത്തിലാക്കുമോ എന്നൊരു കാര്യമുണ്ട്. ഇതിനിടെ തന്നെ നേരത്തെ നവീൻ ബാബുവിനെതിരായ പരാതി തള്ളാതെയുള്ള നിലപാട് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ തന്നെ പാർട്ടി ലൈൻ ഏറെക്കുറെ വ്യക്തമായതാണ്. അതിൽ ഒരു പടി കൂടി കടന്നിരിക്കുന്നു എന്നതുകൂടി കാണണം. അതായത് രണ്ട് പക്ഷമുണ്ട് എന്ന വാദമാണ് അദ്ദേഹം അന്ന് പറയാൻ ശ്രമിച്ചത്. അങ്ങനെ വരുമ്പോൾ CBI അന്വേഷണം വരുന്നു, അങ്ങനെ കേന്ദ്ര ഏജൻസികൾ വന്നാൽ അത് കൂട്ടിലടച്ച തത്ത എന്നൊക്കെ ഉള്ളത് പാർട്ടിയുടെ എക്കാലത്തെയും നിലപാടാണ് എന്ന് പറയുമ്പോഴും ഈ വിഷയത്തിൽ CBI അന്വേഷണത്തിന് പാർട്ടി നോ പറയുകയാണ്. ആ നിലപാടിലേക്ക് തന്നെ സർക്കാരും എത്തിച്ചേരും എന്ന് തന്നെ ഈ ഘട്ടത്തിൽ കരുതണം. ഓക്കെ, സജോ ദേവസ്വയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഇന്നലെ MV ഗോവിന്ദൻ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിരുന്നു, ഈ അന്വേഷണം നേരായ നിലയ്ക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ പിന്നെ അതിനുശേഷമാണ് പാർട്ടിയുടെ CBI അന്വേഷണത്തെക്കുറിച്ചുള്ള നിലപാട് വരുന്നത്. 6-ാം തീയതി മറിച്ചൊരു നിലപാട് സർക്കാരും കോടതിയിൽ സ്വീകരിക്കുമെന്ന് കരുതുക വയ്യ. എന്തായാലും കോടതിയാണ് തീരുമാനിക്കുന്നത് നേരത്തെ പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ റവന്യൂ മന്ത്രി K രാജൻ ആദ്യം തന്നെ ADM ശുദ്ധനാണ്, ഒരു കൈക്കൂലിക്കാരനുമല്ല, സംശുദ്ധനാണ് എന്ന പ്രഖ്യാപിച്ച മന്ത്രിയാണ്. അതായിപ്പോൾ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ചോദ്യത്തോട് ഇന്നലെ മുതൽ മന്ത്രി ഒഴിഞ്ഞു മാറുകയാണ്. ഇന്ന് മന്ത്രി K രാജനോട് ചോദ്യമുണ്ടായി. മന്ത്രി K രാജൻ ആ വിഷയങ്ങൾ കമാന്ന് മിണ്ടുന്നില്ല, എന്താണെന്നറിയില്ല.